നമസ്കാരം. Hi friends, good evening. Hi friends, being the Honorary Council of Slovakia, I get to meet a lot of foreign delegates, lot of Slovakian delegates, lot of Indian delegates, and I get to meet and discuss lot of things which are important. ഇത് ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത ഒരു മുഖമാണ്. കാരണം മാധ്യമങ്ങളുടെയും മറ്റുമൊക്കെ നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. CJ റോയ് എന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമയാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ അറിവ് ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ അവസാന റിപ്പോർട്ട് വരുമ്പോഴേ അത് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും. എന്തായാലും ദുരൂഹതയുണ്ട്, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത്. അദ്ദേഹത്തിന് സ്ലോവാക്യ എന്ന രാജ്യത്ത് ഒരു പദവി കൂടി ഉണ്ടായിരുന്നു. അവിടെ ഡിപ്ലോമാറ്റിക് കൗൺസിലിൽ അദ്ദേഹം അംഗമായിരുന്നു. അത് ഒരുപാട് പണം കൊടുത്ത് കിട്ടുന്ന ഒരു പദവിയാണ് മറ്റൊരു രാജ്യത്തെ ഡിപ്ലോമാറ്റിക് കൗൺസിലിൽ. അതിൻ്റെ ബോർഡൊക്കെ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിന് അവിടെ ചില ഒക്കെ കിട്ടുമായിരുന്നു, ചില ഇളവുകളും മറ്റുമൊക്കെ കിട്ടുമായിരുന്നു. ബാഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനും മറ്റുമൊക്കെ, എയർപോർട്ടിൽ മറ്റുമൊക്കെ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നു. അതിൻ്റെ പിന്നിൽ UAE കോൺസുലേറ്റാണ്, അതിലെ ചില ആളുകളാണ് എന്നൊക്കെ അന്ന് വാർത്തകളും മറ്റും ഉണ്ടായിരുന്നു. തുടർന്ന് അന്വേഷണമൊക്കെ മുറുകിയ സമയത്ത് അയാൾ ഇവിടുന്ന് തിരിച്ചയാളുടെ രാജ്യത്തേക്ക് പോയെന്നും സ്വപ്ന സുരേഷും ഒക്കെ ഉൾപ്പെട്ടൊരു കേസ് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അധികം ചെക്കിംഗ് ഒന്നും ഇല്ലാതെയാണ് ഇത് കടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവമായിരുന്നോ നടന്നുകൊണ്ടിരുന്നത്, അതിൽ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ഇനിയാണ് പുറത്ത് വരാനുള്ളത്. ഇതിനെപ്പറ്റി പറയാൻ ഞാനോ നിങ്ങളോ ഒന്നും ആളല്ല. ഇതൊക്കെ കേവലം സംശയം മാത്രമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവി ഉണ്ടായിരുന്നു എന്നത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്. അത് പണം കൊടുത്ത് കിട്ടുന്ന ഒരു പദവിയാണ്. ഒരു സമയത്ത് ഈ എന്താ പറയുക, ഗോൾഡൻ വിസ എന്നൊക്കെ പറഞ്ഞ് ചില അറബ് രാജ്യങ്ങൾ കൊടുക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ. അതങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് അത് വളരെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുകയും ചെയ്തു. അതിനു മുമ്പ് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ള പലർക്കും ഗോൾഡൻ വിസ കിട്ടിയതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പണം കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ സ്ലോവാക്യ ഡിപ്ലോമാറ്റിക് കൗൺസിലിൽ അംഗമാവുക എന്നത്. അതുകൊണ്ട് ചില അവർക്ക് പ്രിവിലേജും ഇളവുകളും മറ്റുമൊക്കെയുണ്ട്. അത് അയാൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നോ? ഇനി അതിനെപ്പറ്റി ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കാണോ അതോ അതായത് ഇൻ്റർപോൾ പോലെയുള്ളവർക്ക് അറിവുണ്ടായിട്ട് അവർ ഇവിടുത്തെ ഏജൻസികളെ അറിയിക്കുകയും തുടർന്നാണോ ഈ IT റെയ്ഡിലേക്കൊക്കെ പോയത് എന്ന് ഇനി ആണ് അറിയാനിരിക്കുന്നത്. എന്തായാലും ഒരു സാധാരണ IT റെയ്ഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ED റെയ്ഡ് കൊണ്ടോ ഒരാളും ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം തല പോകുന്ന കേസൊന്നുമല്ല ഈ IT റെയ്ഡ് എന്നത്. അതായത് കണക്കിൽപ്പെടാത്ത പണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നികുതി അടയ്ക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം ഉണ്ടെങ്കിലോ അത് പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ അതിന് നിയമപ്രകാരം അടയ്ക്കേണ്ട നികുതിയും അതിന് പിഴ, അതായത് അവർ തീരുമാനിക്കുന്ന ഒരു പിഴയും കൂടെ അടച്ചിട്ട് ഊരിപ്പോകാം. അതാണ് ഇവിടെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഗോകുലം ഗോപാലൻ എത്ര തവണ ആത്മഹത്യ ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്ര തവണയാണ് ED കയറി ഇറങ്ങിയത്. അതും 1-2 അല്ല, 1000 കോടിക്ക് മുകളിൽ പണത്തിൻ്റെ കണക്കിനൊക്കെയാണ് അദ്ദേഹം പിഴയടച്ച് അയാൾ ഊരിപ്പോയത്. പിഴയടച്ചാൽ മതി. നമുക്കറിയാം, നോട്ട് നിരോധന കാലത്ത് അന്ന് സർക്കാർ തന്നെ ഈ കള്ളപ്പണക്കാർക്ക്, കള്ളനോട്ടല്ല കേട്ടോ, കള്ളനോട്ട് വേറെ കള്ളപ്പണം വേറെ. കള്ളനോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലേ അല്ലാത്ത, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അടിക്കാത്ത നോട്ടിനാണ് കള്ളനോട്ട്. എന്നാൽ കള്ളപ്പണം എന്നത് നേരായ വഴിയിലൂടെ തന്നെയായിരിക്കാം അവർ ഈ പണം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് സർക്കാരിന് കൊടുക്കേണ്ട നികുതി കൊടുക്കാതെ ആ കണക്ക് കാണിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പണത്തിനാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. കള്ളനോട്ട് വേറെ കള്ളപ്പണം വേറെ. അങ്ങനെ കള്ളപ്പണമായി കോടാനുകോടികൾ പൂഴ്ത്തി വെച്ചിരുന്നവർക്ക് സർക്കാർ തന്നെ ഒരു ഓഫർ കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് 1 കോടി രൂപയാണ് ഈ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പുറത്തിറക്കാനും മാർഗ്ഗമില്ല, കത്തിച്ച് കളയുക, നശിപ്പിച്ച് കളയുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോഴാണ് സർക്കാർ ഒരു ഓഫർ വെച്ചത്, ചെവി അറിയാതെ നിങ്ങൾക്കത് മാറ്റാം, വാർത്തയും ആവില്ല, കേസും ആവില്ല, ഒന്നും ആവില്ല. പക്ഷേ നിങ്ങളതിൻ്റെ നികുതിയും പിഴയും അടയ്ക്കണം. അതായത് 1 കോടി രൂപ ഇതുപോലെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് മാറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുക 40 ലക്ഷം രൂപയായിരിക്കും. 60 ലക്ഷം രൂപ സർക്കാർ എടുത്തുകൊണ്ട് പോകും. കാരണം പിഴയും കൂടെ ചേർത്തിട്ടാണ്. ഏതാണ്ട് ഇതുപോലെ എന്തോ ആയിരുന്നു അന്ന് കൊടുത്തിരുന്ന ഓഫർ. സ്വാഭാവികമായിട്ടും ഒന്നും കിട്ടാത്തേക്കാൾ നല്ലതല്ലേ ഇത് മാറുന്നത് എന്ന് കരുതി ആയിരക്കണക്കിന് ആളുകളെന്ന് പൂഴ്ത്തി വെച്ചിരുന്നവർ മാറ്റി. അങ്ങനെയാണ് ഈ നോട്ട് നിരോധിച്ചപ്പോഴും നോട്ടെല്ലാം തിരിച്ചെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ടീമുകൾ ഇവിടെ കിടന്ന് കരഞ്ഞല്ലോ. തിരിച്ചെത്തുമല്ലോ, കാരണം പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം അവർ ഇതേപോലെ കൊണ്ട് മാറ്റും. 1 കോടി മാറ്റിയാൽ പുതിയ പണം കിട്ടുന്നത് 40 ലക്ഷമായിരിക്കും കിട്ടുന്നത്, 60 ലക്ഷം സർക്കാരിന് പോവും. അങ്ങനെ പൂഴ്ത്തി വെച്ചവരൊക്കെ തിരിച്ചു കൊടുത്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് അച്ചടിച്ചതിൽ ഏതാണ്ട് 98% മുകളിൽ തിരിച്ചു വന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാനിടയായത്. ഇത്രയേ ഉള്ളൂ ഈ കള്ളപ്പണത്തിൻ്റെ കാര്യത്തിലെ കേസും പുക്കാറുമൊക്കെ. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ IT റെയ്ഡ് കൊണ്ട് ഒരാളും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അതിലും ഗുരുതരമായിട്ടുള്ള എന്തോ അവിടെ സംഭവിച്ചു.
ഒരുപക്ഷേ രാജ്യത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ അറിഞ്ഞോ അറിയാതെയോ ഇയാൾ ഉൾപ്പെട്ട് കാണണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലൊവാക്യയുടെ ഈ ഡിപ്ലോമാറ്റിക് കൗൺസിൽ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുമൊക്കെ അങ്ങോട്ടേക്കൊക്കെ പണം പമ്പ് ചെയ്തു എന്ന തരത്തിൽ ചില അന്വേഷണങ്ങൾ പിന്നാലെ വന്നുവെന്നും ഒക്കെ ചില റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ആധികാരികമായിട്ട് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം എന്തായാലും 100% ഉറപ്പാണ്. IT റെയ്ഡോ ED റെയ്ഡോ കൊണ്ടൊന്നും ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അതിന് മാത്രം തല പോകുന്ന കേസൊന്നും അതിനകത്തില്ല. പിന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് പൊളിറ്റിക്കലായിട്ട് നരേന്ദ്രമോദിക്കെതിരെയും EDക്കെതിരെയും, യഥാർത്ഥത്തിൽ ED പോലും അല്ല അത് റെയ്ഡ് ചെയ്തത്, നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോയ IT ഉദ്യോഗസ്ഥരാണ് അവിടെ പോയി ചോദ്യം ചെയ്തത്. അപ്പോൾ അത് വളരെ ദുരൂഹമായിട്ടുള്ള ചില സംഗതികളുണ്ട് എന്ന് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാര്യം നിസ്സാരമായിരിക്കുകയല്ല, എന്തെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമായിരിക്കും. ഈ സംഭവം നടക്കുന്ന തലേദിവസം വരെ ഇയാൾ എങ്ങനെ ഇത്രയും പണക്കാരനായി, ഇവനൊക്കെ നേരെ ചൊവ്വയാണോ പണം ഉണ്ടാക്കിയത് എന്നൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ വരെ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് അത് മോദിയാണ്, മോദി സർക്കാരാണ്, ED ആണ് എന്ന തരത്തിൽ. എന്നാൽ യഥാർത്ഥത്തിൽ ED അല്ല IT ആണ് റെയ്ഡ് ചെയ്തത് എന്ന് പോലും മനസ്സിലാക്കാതാണ് ഈ രാഷ്ട്രീയ വിരോധികൾ ഇത് നേരെ എടുത്ത് EDയുടെ മണ്ടയ്ക്കിടുന്നത്, മോദിയുടെ മണ്ടയ്ക്കിടുന്നത്. അങ്ങനെയുള്ളവരോട് വളരെ ലളിതമായിട്ട് 2 സംശയം എനിക്ക് ചോദിക്കാനുണ്ട്. കപ്പൽ ജോയി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള ഒരാൾ ഗൾഫിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഏത് EDയെ പേടിച്ചിട്ടാണ്, ഏത് മോദിയെ പേടിച്ചിട്ടാണ്? അത് ഗൾഫിൽ വെച്ചല്ലേ. അപ്പോൾ ഇനി അവിടുത്തെ EDയെ പേടിച്ചിട്ടാണ്. ഇനി അതെല്ലാം പോട്ടെ, ഇവിടുത്തെ വ്യവസായ പ്രമുഖനായിരുന്ന വലിയ പണക്കാരനായിരുന്ന ജോർജ് മുത്തൂറ്റ് ഡൽഹിയിൽ വെച്ച് ഒരു 7 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ചാവുകയുണ്ടായി. അത് ഇവിടെ വാർത്തയായില്ല. 99% മാപ്രകൾ ആ വാർത്ത ഒതുക്കി. കൊടുത്ത മാപ്രകൾ പോലും അത് കൊടുത്തത് അന്തരിച്ചു എന്ന തരത്തിലാണ്. അതായത് അദ്ദേഹം സ്വാഭാവികമായിട്ട് മരിച്ചു എന്ന തരത്തിലാണ് വാർത്ത കൊടുത്തത്. എന്നാൽ അദ്ദേഹം 7ാം നിലയിൽ നിന്ന് ചാടി മരിക്കുകയാണ് ചെയ്തത്. അതിവിടെ ഒരു വാർത്തയായില്ല, ഒരു ചർച്ച പോലും ആയില്ല. എന്തേ? അന്ന് കെജ്രിവാളായിരുന്നു ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഒരു ആരോപണമില്ലായിരുന്നല്ലോ. കെജ്രിവാൾ സർക്കാരിനെതിരെ ആരോപണമില്ലായിരുന്നു, EDക്കെതിരെ ITക്കെതിരെ ഒന്നിനെതിരെ ആരോപണമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തില്ല. ചില മാധ്യമങ്ങളിൽ മാത്രം ജോർജ് മുത്തൂറ്റ് അന്തരിച്ചു എന്ന തരത്തിലാണ്, ആത്മഹത്യ എന്ന് പോലും പറഞ്ഞില്ല, അന്തരിച്ചു എന്ന തരത്തിലാണ്. അപ്പോൾ ചില കേസുകളിൽ മാത്രം നിങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ്, അവർ ഈ പല കേസുകൾ കൂടി കണക്ട് ചെയ്ത് നിങ്ങളുടെയൊക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കും ജനങ്ങൾ. അപ്പോൾ വീണ്ടും കള്ളി വെളിച്ചത്താവുന്നത് ഇത്തരം രാഷ്ട്രീയ കോമാളികളുടെയാണ്. അതിനൊപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന തരത്തിലും ആളുകൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രമല്ല മറ്റൊരു രാജ്യത്തെ ഡിപ്ലോമാറ്റിക് കൗൺസിലിൽ അദ്ദേഹം അംഗമായിരുന്നു എന്ന കാര്യം കൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പണം കൊടുത്ത് അങ്ങനെ ഒരു പദവി അദ്ദേഹത്തിന് സമ്പാദിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുമ്പോഴാണ് ഇതിലെ ദുരൂഹത വർദ്ധിക്കുന്നത്.